പൊതുസ്ഥലത്ത് ബയോമെഡിക്കൽ മാലിന്യം തള്ളി. നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ മണലംപുറം ഭാഗത്തെ പൊതുസ്ഥലത്ത് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ആംസ്റ്റൽ ഫാർമ എന്ന മരുന്ന് മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യപ്രവർത്തകർ സ്ഥലം സന്ദർശിക്കുകയും മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കടയുടമയുടെ ബില്ല് കണ്ടെത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കട ഉടമയെ വിളിച്ചു വരുത്തി കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം 10,000 രൂപ പിഴയൊടുക്കി മാലിന്യങ്ങൾ അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്തു. ഇത്തരം പ്രവർത്തികൾ ഇനിയും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ എടുക്കുമെന്ന് തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മണലംപുറം ഭാഗത്ത് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ആംസ്റ്റൽ ഫാർമ എന്ന പേരിലുള്ള മരുന്ന് മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മണലംപുറം ഭാഗത്ത് റോഡരികിൽ തള്ളുകയും വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും അതിൽ മാലിന്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കടലാസ് കഷ്ണത്തിൽ നിന്ന് കടയുടമയെ തിരിച്ചറിയുകയും അവരെ വിളിച്ചു വരുത്തി ഗ്രാമപഞ്ചായത്ത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 10,000 രൂപ പിഴ ഒടുക്കിയതിന് ശേഷം ഈ മാലിന്യങ്ങളെ മുഴുവൻ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ള രീതിയിലാണ് ഈ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളിയിരുന്നത്. തീർച്ചയായും ഇതുപോലുള്ള നിയമലംഘനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ ശക്തമായ നടപടിയുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രിയൻ, ശ്രുതി എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി.